ഹലോ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹൈസിന് വയ്യാട്ടോ. അപ്പോൾ ഹൈസിന് വയ്യാണ്ടായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി പോയി. കാരണം രാത്രി ഹൈസിന് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, ഭയങ്കര വാശിയായിരുന്നു. കാരണം അവന് ശ്വാസം മുട്ട് പോലെ കുറുങ്ങൽ കൂടിയിട്ട് ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ വിഷമിച്ചിരിക്കണത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറച്ചി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം നാളെ ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ഇറച്ചി വാങ്ങണം. പിന്നെ വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ വെള്ളിയാഴ്ച നല്ല ഇറച്ചി കിട്ടും. അപ്പം ഞങ്ങൾ താമസിക്കേണ്ട തൊട്ടടുത്ത് തന്നെ ഇറച്ചിക്കടി ഉണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ബീഫാണ് വാങ്ങാമെന്ന് കരുതിയത്. പിന്നെ മീനും വാങ്ങാനുണ്ട്. അങ്ങനെ ഞാൻ നെയ്യില്ലാത്ത പീസ് നോക്കിയിട്ട് ഇടാൻ പറഞ്ഞിട്ട് ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലതാണെന്ന് അറിയില്ല. കഴിഞ്ഞ തവണ ബീഫ് വാങ്ങിയിട്ട് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പം ഞങ്ങൾ പോണത് ഹോസ്പിറ്റലിലേക്കാണ്. ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നു, ഞാൻ തന്നെ അഭിനയിക്കുന്നു. കാരണം വീഡിയോ എടുത്തരാണെന്ന് വേറെ ആൾക്കാരല്ല. അപ്പം എങ്ങോട്ടെങ്കിലും നോക്കണ പോലെയൊക്കെ നിൽക്കണ്ടേന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ ഓണാക്കിയിട്ട് വെള്ളോടത്തൊക്കെ നോക്കി നിൽക്കണതാണ്. അങ്ങനെ ഉമ്മയുണ്ട്, ഹൈസിനും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതേ മെയിൻ റോഡിലെത്തി. നല്ല വെയിലാണ് കേട്ടോ. മഴ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല വെയിലായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയാണ്. ഞങ്ങൾ താമസിക്കേണ്ട തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിലാണ് ഹോസ്പിറ്റൽ. അപ്പോൾ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. പിന്നെ അവിടെ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നന്നായിട്ട് നോക്കിക്കോളും. ഗവൺമെൻറ്റിൽ കൊണ്ടുപോകാണ്ടാണ്, നല്ല തിരക്കായിരിക്കും. അങ്ങനെ ഞങ്ങളിത് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹൈസിൻ്റെ പനി നോക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഹൈസിന് പേടിയാവണം നേഴ്സുമാരെ കണ്ടിട്ട്. വേറെ ഒന്നുമല്ല, അന്ന് ഇതേപോലെ കൈ മുറിഞ്ഞിട്ട് സ്റ്റിച്ചൊക്കെ ഇട്ടതിൻ്റെ ഓർമ്മ ആൾക്ക് ഇപ്പോഴും വിട്ടു പോയിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഞാൻ മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. മരുന്ന് കുടിക്കുമോ അറിയില്ല, നിർബന്ധിച്ച് വേണം കൊടുക്കാനായിട്ട്. അങ്ങനെ ആളതേ പിണങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. ആൾക്ക് വയ്യ ഒന്നാമത്തെ കാര്യം. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ആൾ നല്ലോണം ഉഷാറായി. അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. മഴക്കാലം വരുമ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും വെയിലായാൽ മതി എന്ന്. വേനൽക്കാലം വരുമ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും ഒരു മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. പുറത്തൊക്കെ നല്ല ചൂടാണ്. ചൂട് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഹൈസിൻ്റെ തലയൊക്കെ വേർക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീടെത്തിയപ്പോഴും ഗ്ലൂട്ടാത്തയോണ്ട് വെള്ളം കുടിക്കുകയാണ്. എൻ്റെ മിക്ക വീഡിയോസിലും കാണാറുള്ളതാണ് ഞാൻ ഗ്ലൂട്ടാത്തയോൻ എടുക്കണ കാര്യം. ടാബ്ലറ്റാണ് എടുക്കണത്. അങ്ങനെ ഞങ്ങൾ ഉച്ചയായപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച്. പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലത്തെ അയലക്കറിയും പിന്നെ ഇന്നലത്തെ കുടപ്പനും പയറും കൂടെ ഒലത്തിയതും സാമ്പാറും ഒക്കെ ഇന്നത്തെ കറി എന്ന് പറയാനായിട്ട്. അങ്ങനെ ചോറ് നിന്ന് കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും വിശന്നിട്ടാ. അപ്പോൾ ഞാൻ പാലിൽ ബൂസ്റ്റ് ഇട്ടതും പിന്നെ ഒരു നൂഡിൽസും ഉണ്ടായിരുന്നു. അത് കഴിക്കുന്നത് എന്താണെന്നറിയില്ല, ഒരു 2 മണി 2:30 ആയപ്പോൾ എനിക്ക് വീണ്ടും വിശന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനകത്ത് ഇട്ട് കൊടുത്തേക്കുന്നത് ബട്ടറാണ്. ബട്ടർ മെൽറ്റ് ആയിട്ടില്ല. അത് കഴിഞ്ഞ് ചൂടാറിയപ്പോഴത്തേനും ബട്ടർ മെൽറ്റായി. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇത്താത്താരുടെ അടുത്ത് പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളിതേ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പം എൻ്റെ ഫേസ് കണ്ട ഭയങ്കരമായിട്ട് ടാൻ അടിച്ച്. കാരണം ഇന്ന് ഞങ്ങൾ വെയിലത്ത് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഇടാൻ വേണ്ടി മറന്നുപോയി. സൺസ്ക്രീൻ ഇടാതെ ഞാൻ എപ്പോൾ പുറത്തിറങ്ങിയാലും എൻ്റെ മുഖം ആകെ കരി പുരണ്ടിരിക്കും. അപ്പം നാളെ എന്തെങ്കിലും ഫേസ് പാക്ക് ഒക്കെ ട്രൈ ചെയ്യണം. അങ്ങനെ ഇത്താത്താടെ വീട്ടിലെത്തിയപ്പോൾ ഇത്താത്താനെ കെട്ടിച്ച് വിട്ട വീട്ടിൽ അത്യാവശ്യം നല്ല പോലെ പറമ്പുണ്ട്. അത് നമ്മളെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല. സാധാരണ ആൾക്കാരെ കൊണ്ട് പുല്ല് പറപ്പിക്കുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ തവണ ഇത്താത്തൊരു ഐഡിയ കണ്ടെത്തി. എങ്ങനെയെങ്കിലും പുല്ലിനെ ഉണക്കി കളഞ്ഞിട്ട് അത് അടിച്ചു വാരിയിട്ട് കത്തിച്ച് കളയാന്ന് കരുതിയിട്ട് പുല്ല് ഉണക്കണ മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഹൈസിനും ഉണ്ട് കേട്ടോ. ഹൈസിന് മരുന്ന് കൊടുത്തപ്പോൾ ആൾ കുറച്ചൊക്കെ ഉഷാറായിട്ടുണ്ട്. അങ്ങനെ ഹൈസിന് പറമ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. പിന്നെ നമുക്ക് പേടിയാണ്, കാരണം പാമ്പ് ഉണ്ടാവും എന്നുള്ളത്. അപ്പം പേരൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പേരക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത്താത്ത ഇവിടെ അങ്ങനെ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഇതൊന്നും പറമ്പും വീടൊന്നും ശ്രദ്ധിക്കാനായിട്ട് ടൈം കിട്ടാറില്ല. അങ്ങനത്തെ ഹൈസിനുണ്ട് ഞങ്ങളുടെ കൂടെ. ഞാൻ എവിടെയുണ്ട് അവിടെ ഹൈസിനുണ്ട്. അവനിങ്ങനെ പുല്ലിലൊക്കെ ഇറങ്ങി കിടക്കാനൊന്നും പേടിയില്ല. പിന്നെ ഞാൻ വേഗം എടുത്ത് വേറെ ഒന്നല്ല പാമ്പൊക്കെ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു പണിയാവും. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലായിട്ട് താത്ത ഈ ഒരു മരുന്ന് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയിട്ട് നല്ല ലാഭമുള്ള പരിപാടിയാണ് കേട്ടോ. നിസാര പൈസ എന്തേ ഉള്ളൂ ഈ ഒരു സാധനം വാങ്ങാനായിട്ട്. അത് നമ്മളുടെ സമയം പോലെ നമുക്ക് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോഴത്തേനും പുല്ലൊക്കെ ഉണങ്ങിപ്പോവും. ഇതാണ് ഇത്താത്തയുടെ പറമ്പ് എന്ന് പറയാനായിട്ട്. കാണിക്കാനാണെന്നുണ്ടെങ്കിൽ അവസാനം ഉണ്ടാവില്ല, കാരണം ഒരുപാട് പറമ്പുണ്ട്. അതേപോലെ തന്നെ വാഴയും കുരുമുളകും ചേനയും ചേമ്പും പിന്നെ മഞ്ഞളും പ്ലാവ് അതേപോലെ തന്നെ കൂവ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത്താത്തറ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് കുടപ്പനും പിന്നെ അതേപോലെ തന്നെ ചക്ക അതൊക്കെ കിട്ടണത്. ഒരു 4-5 പ്ലാവ് തന്നെയുണ്ട്. പിന്നെ മാവുണ്ട്. അങ്ങനെ ഇത്താത്തയുടെ മോദി സ്കൂൾ വിട്ട് വന്നിട്ട് തന്നെ സൈക്കിൾ ഓടിക്കുകയാണ് കേട്ടോ. അപ്പോൾ യൂണിഫോം ഒന്നും മാറ്റിയിട്ടില്ല. എന്നെപ്പോലെ തന്നെയാണ്. ഞാനും സ്കൂളിൽ തന്നെ പെട്ടെന്നൊന്നും അങ്ങനെ യൂണിഫോം ഒന്നും മാറ്റാറില്ല. പിന്നെ തന്നെ ചവറ് തീടാന്ന് കരുതി, കാരണം ചവറൊക്കെ നല്ലപോലെ ഉണ്ട് പ്ലാവിൻ്റെ ഇലയൊക്കെ വീണിട്ട്. അപ്പം ഞാൻ ഫ്ലാറ്റിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇതേപോലത്തെ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാറില്ല. ആകെ അടുക്കളയിൽ വെച്ചിട്ടുള്ള വീഡിയോസും പിന്നെ സ്കിൻ കെയറിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റണത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കടയിലോട്ട് പോയിട്ടാ. അപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള കടയിലേക്കാണ് പോണത്. അപ്പോൾ ഹൈസിനും പിന്നെ ഇത്താത്താടെ മോനുണ്ട് കടയിൽ പോകാനായിട്ട്. അപ്പോൾ ഇത്താത്താടെ അടുത്ത് വരുമ്പോൾ വെച്ചാൽ നമുക്ക് നല്ല നേരം പോക്കാണ്. പിന്നെ അവിടെ ഇതിന് മൈസൂർ പാക്ക് എന്നാണ് ഇവിടെ പറയാറുള്ളത്. എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് തോന്നുന്നു പറയാറ്. മൈസൂർ പാക്ക് തന്നെയാണ് പറയാറെന്ന് തോന്നുന്നു. അങ്ങനെ അത് കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താമസിക്കണതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കടയിലോട്ടാണ് ഞങ്ങളിപ്പോൾ ഈ പോണത്.
അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നാളെ ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ പാലും പിന്നെ അതേപോലെ തന്നെ കുറച്ചില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തിയപ്പോൾ ഹൈസിൻ്റെ ചെയ്തു വെച്ച പരിപാടിയാണ്. നമ്മുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് വെള്ളത്തിൽ കളിക്കും. അത് കഴിഞ്ഞപ്പോൾ അവന് മുട്ട ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന് ചോറൊന്നും വേണ്ട, മുട്ട മാത്രം മതി എന്ന് പറഞ്ഞ്. പിന്നെ ഹൈസിൻ്റെ TV വെച്ച് കൊടുത്തിട്ടാ. TV വെച്ച് കൊടുത്താലും ആൾ TV ഒന്നും കാണില്ല, ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നടക്കും. പിന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയായിട്ടുള്ള കാഴ്ചയാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങളൊന്നും കാണിക്കാനില്ല. ഞങ്ങളുടെ ചെറിയ ജീവിതം വളരെ സന്തോഷപൂർണ്ണമായ നല്ലൊരു ജീവിതമാണ്. പിന്നെ ഒരുപാട് കാഴ്ചകളോ പുറത്തൊന്നും പോകുന്ന വീഡിയോസൊക്കെ കുറവായിരിക്കും. അങ്ങനെ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉമ്മതിന് അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ പിന്നെ വൃത്തിയാക്കാനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഹൈസിൻ്റെ തന്നെ ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ട് എന്നെപ്പോലെ തന്നെ ഫോണും കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് വീഡിയോ എടുക്കാനായിട്ട്. ചൂടായതുകൊണ്ടാണ് അവനെ ഡ്രസ്സ് ഇടിപ്പിക്കാതെ, അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ടാണ് നടത്താറുള്ളത്. അങ്ങനെ ഹൈസിന് ഇപ്പോൾ കാർട്ടൂൺ അങ്ങനെ കാണാറില്ല, അതേപോലത്തെ പിള്ളേരുടെ വീഡിയോസൊക്കെ കാണാറുള്ളൂ. ഇത് ഞാൻ 0 ആണ്, കാരണം നിങ്ങൾ ഇതിൻ്റെ ഫേസ് കണ്ടപ്പോൾ മനസ്സിലാവും നല്ലപോലെ ടാൻ അടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫ്രിഡ്ജിൽ ഞാൻ അയില മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നാളെ മീൻ കറി വെക്കാനായിട്ട്. പിന്നെ എന്നെ തൊട്ട് താഴെ ബീഫ് വാങ്ങിയത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ വെക്കാലൊന്ന് കരുതിയിട്ട്. അപ്പോൾ എൻ്റെ ഉമ്മ ഇത്താത്തറ അവിടെ നിന്ന് വാഴ ഒടിഞ്ഞ് വീണിട്ട് നേന്ത്രക്കൊല കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഇതാണ് എന്നേക്കാൾ ഭംഗിയുള്ള എൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ ഹൈസിന് മരുന്ന് കൊടുക്കണം, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. മരുന്ന് കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്, നല്ല കരച്ചിൽ കറിവിട്ടെ. പിന്നെ മൂക്കിലൊഴിക്കാൻ തന്നിട്ടുണ്ട്, കാരണം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് മൂക്കടഞ്ഞിട്ട്. അതിന് മുമ്പ് പച്ചക്കായ അരിയാനുണ്ട്. അപ്പം നാളെ മീൻകറിയും ബീഫും പിന്നെ പച്ചക്കായ ഒളുത്തിയതും പപ്പടം പൊരിച്ചതൊക്കെയാണ് കേട്ടാ. ഹൈസിന്റെ ഒരുപാട് സ്ഥലം ഉണ്ടായിട്ട് 2 തലയണയും പിന്നെ ഒരു ബെഡ്ഷീറ്റും എവിടെ നിന്നൊക്കെയോ സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇതിനെ ഹാളിൽ കിടക്കുന്നുണ്ട്. ഹാളിലല്ല, അപ്പുറത്തെ റൂമിൽ കിടക്കുന്നുണ്ട്. അപ്പൊ കിടക്കാനായിട്ട് ഇഷ്ടം പോലെ കട്ടിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവൻ നിലത്താണ് കിടക്കുന്നത്. അങ്ങനെ ചോറ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ കഴിക്കുന്ന ഗ്ലൂട്ടാത്തതിന്റെ ടാബ്ലറ്റ്. അതെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.